നീ അങ്ങോട്ട് നോക്കി. കേരള സംസ്ഥാനത്തെ മുഴുവൻ നിങ്ങൾ സഹിതം ആറാടിയതാ എന്നെ അജയ് ഉണ്ണി തൊടുപുഴയും. വീണ്ടും നിങ്ങളോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 3.5 കോടി ജനങ്ങളെടുത്ത് 50,000 പോലീസേ ഉള്ളൂ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സദാചാര പോലീസുകാർ സദാചാര ഗുണ്ടകളാണോ? ആ കുട്ടിക്ക് ഒരു ന്യൂജൻ അല്ലെങ്കിൽ ജെൻസി ഒരു ടൈപ്പുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ്. ഭയങ്കരൻ ബുദ്ധി തന്നെ. എല്ലാം ജെൻസി എന്താണ്? എന്റെ പേര് ജെൻസി അല്ല. താങ്കളുടെ പേരല്ല. നിങ്ങൾ എന്ത് വിവരക്കാരാണ് ഈ പറയുന്നത്? ഈയിടയ്ക്ക് ഒരു പണി കിട്ടിയത് മറന്നു പോകും. ഈ ധാർമ്മികതയുള്ള ഈ 24 ആണെങ്കിലും റിപ്പോർട്ടർ ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും ഏത് ചാനലും ചെയ്തത് അജയ് ഉണ്ണിയെ ഫോക്കസ് ചെയ്ത് കാണിച്ചത് ബലാത്സംഗത്തിന് ആഹ്വാനം ചെയ്ത അജയ് ഉണ്ണി എന്ന രീതി മാത്രമാണ്. ഇല്ല, ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളുമുണ്ട്. എന്നാൽ അജയ് ഉണ്ണി തൊടുപുഴ എന്ന ആളുടെ ധാർമ്മികത എന്തൊരു കഷ്ടകാലം. ഞാൻ ഉദ്ദേശിച്ചത് വേറെ, ഈ പുല്ലന്മാർ ഉദ്ദേശിച്ചത് വേറെ. എന്നൊരു യുവാവ് ആത്മഹത്യ ചെയ്തു. ആ സമയത്ത് ചുമ്മാ പൊങ്ങി വന്ന കൂണ് പോലെ പൊട്ടിമുളച്ച ഒരു മനുഷ്യനാണ് അജയ് ഉണ്ണി തൊടുപുഴ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും ഞാൻ ഈ പറഞ്ഞ ഷിംജിതയെ എല്ലാവരും ആവേശഭരിതമായി വികാരഭരിതമായി ഓരോരോ ഈ പറഞ്ഞ റീലുകൾ ഇട്ടപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എൻ്റെതായ രീതിയിൽ ഞാൻ എൻ്റെ വികാരത്തിനനുസരിച്ച് ഞാൻ ഒരു റീലിട്ടു. ഞാൻ ചെയ്യുന്ന പുണ്യപ്രവൃത്തിക്ക് ദൈവം എനിക്ക് എന്തെങ്കിലും തരാതിരിക്കില്ല അല്ലേ സഹോദരാ? സാറിനെ കാണാൻ ചാനലിൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ശരി സാർ. എന്റെ സുഹൃത്താണ്. ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നുണ്ട്. റേപ്പ് ചെയ്യണമെന്നൊക്കെ റീൽ ഇട്ടാ പിന്നെ ആൾക്കാര് പ്രശ്നം ഉണ്ടാക്കും. നീ ഇത്ര മണ്ടറായി പോയല്ലോ. അത് വലിയ കാര്യാക്കണ്ട ഏലിയാമ്മേ. ചില ഉരുപ്പിടികൾ അങ്ങനെയാ. താങ്കൾ പറയുന്ന വാർത്താ ചാനലുകൾ കൊടുക്കാതെ പോയ സാധനം എന്തുവാ താങ്കൾ കൊടുക്കണം ആഗ്രഹിച്ചത്? അമ്പഴങ്ങ പോയാൽ ആന പോയെന്ന് പറയുന്നവരാ നമ്മുടെ നാട്ടുകാർ. കൊടുക്കാതെ പോയത് ഞാൻ ചെയ്ത നല്ലത്, ഞാനൊരു 1000 നല്ലത് ചെയ്ത് പോയിട്ട് എനിക്കൊരു വാക്കുവഴ എന്റെ വായിന്ന് വിഷം കലർത്തിയാ പോരെ? മതി. അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് നിങ്ങൾ എന്നെ ശരിക്കും ആക്കുകയാണോ? ഞാൻ മരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കൊന്നും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല സാറേ. ചെറുതായിട്ട്